ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ലണ്ടനിലെ ബക്കിംഗ്ഹാം പാലസിന് മുൻപിലാണ്. ഈ പാലസ് ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ സിറ്റിക്കുള്ളിൽ ഉൾക്കൊള്ളുന്നതാണ്. ഈ പാലസ് ലോകത്തിലെ തന്നെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു മഹത്തായ സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ളൊരു പാലസാണ് ലണ്ടനിലെ ബക്കിംഗ്ഹാം പാലസ്. 1703 ഈ പാലസ് ഔദ്യോഗികമായിട്ട് നിർമ്മിക്കുന്നത്. പക്ഷെ അതിനുശേഷം വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം 1813 ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഈ രീതിയിൽ മനോഹരമായൊരു ബിൽഡിംഗ് എന്ന രീതിയിൽ, ഒരു രാജകീയ ഒരു വസതി എന്ന രീതിയിൽ ഔദ്യോഗികമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഓപ്പണാക്കി കൊടുക്കുന്നത്. ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് മാർബിൾ കൊണ്ടും അതുപോലെ തന്നെ ലക്ഷറീസ് ആയിട്ടുള്ള കല്ലുകൾ കൊണ്ടും കൊത്തുരൂപങ്ങൾ കൊണ്ടും. ഇപ്പോൾ ഇതിൻ്റെ മുൻപിൽ എപ്പോഴും പോലീസ് കാവലുണ്ട്. അതുപോലെ തന്നെ ഭടന്മാർ അവരുടെ ഔദ്യോഗിക വേഷം ധരിച്ചുകൊണ്ട് എപ്പോഴും ഇതിൻ്റെ മുമ്പിൽ നിൽക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല ക്രൗഡഡ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ്, ന്യൂ ഇയർ സീസണിലൊക്കെ ആളുകൾ ഒരുപാട് പാലസ് സന്ദർശിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പാലസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. അതിൻ്റെ മുൻപിലെ ഗേറ്റിൻ്റെ മുൻപിൽ നിന്ന് ഫോട്ടോ എടുക്കാനും കാണാനും മാത്രമേ നമുക്ക് പ്രവേശനമുള്ളൂ. വർഷത്തിൽ ഒരു സമയം, അതായത് ഈസ്റ്റർ സമയങ്ങളിലൊക്കെ ഇത് ഓപ്പണാക്കി കൊടുക്കാറുണ്ട്. പ്രത്യേകം ചെക്കിങ് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ അവസരമുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ക്വീൻ എലിസബത്ത് II ഓർമ്മയുടെ ഭാഗമായിട്ട് അവർ നിർമ്മിച്ച ഇവരുടെ റിമംബ്രൻസ് ഡേ. ഇവർ ലോകമഹായുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് അതിലെ പ്രതീകങ്ങൾ സ്തൂപങ്ങളാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ റോസാപ്പൂക്കളൊക്കെ വെച്ച് ഇവർ അലങ്കരിച്ചിട്ടുണ്ട്. ഇത് പാലസിനോട് ചേർന്ന് തന്നെയുള്ളൊരു നിർമ്മാണമാണ്. പാലസിനോട് തൊട്ടടുത്ത് ഒരു 10 മീറ്ററിനുള്ളിൽ തന്നെ ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. ഹൈഡേ പാർക്കിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണിത്. ഇതിൻ്റെ പുറകിലായിട്ട് മാർബിളിൽ ആലേഖനം ചെയ്ത രേഖകളും ഇവരുടെ യുദ്ധത്തിൽ മരിച്ചതിൻ്റെ ഓർമ്മകൾക്കൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാലസിൻ്റെ ഒരു പ്രത്യേകത, ഇതിലെല്ലാത്തിലും ഒരു ഗോൾഡ് പൂശി, അതുപോലെ തന്നെ കൊത്തുരൂപങ്ങളിലൊക്കെ ഗോൾഡ് പൂശി മനോഹരമായിട്ട്, വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും അത്ര മനോഹരമായിട്ട് ഇതിലൊരു ഗേറ്റ് ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് സജ്ജീകരണങ്ങളാണെങ്കിലും എല്ലാം മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. 775 ബെഡ്റൂംസ് ഈ പാലസിൻ്റെ ഉള്ളിലുണ്ട്. അതിൽ 188 സ്റ്റാഫ് ബെഡ്റൂംസും 92 ഓഫീസസും 75 ബാത്റൂംസുകളും ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷറീസ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ, ഹെൽത്ത് സർജറീസ്, സ്വിമ്മിംഗ് പൂള്, വർക്ക് പ്ലേസ്, സ്പായ്, അതുപോലെ തന്നെ ലക്ഷറീസ് ആയിട്ടുള്ള സിനിമാ തിയേറ്റേഴ്സ്, ഇതെല്ലാം ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ മഹത്തരമായ പെയിൻറ്റിങ്സുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ സ്തൂപത്തിൻ്റെ മുമ്പിൽ, അത് 1837 വിക്ടോറിയ രാജ്ഞി രണ്ടാമൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം നിർമ്മിച്ചതാണ്. ഈ സ്തൂപം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡും അതുപോലെ തന്നെ പ്രത്യേകം മിശ്രിതങ്ങളും കൊണ്ടുണ്ടാക്കിയതാണ്. വർഷങ്ങളുടെ കാലപ്പഴക്കമുണ്ടെങ്കിൽ ഇന്നും അതിന് ആ മനോഹാരിത കുറഞ്ഞിട്ടില്ല. രാത്രിയിൽ ഇവിടുത്തെ വ്യൂ നല്ല മനോഹരമാണ്. കൃത്യമായിട്ട് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ട് കൊട്ടാരത്തിൻ്റെ ചുവരിലും എല്ലാത്തിലും പ്രത്യേക ലൈറ്റ് വെച്ചിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഒരുപാട് ആളുകൾ ദിനം പ്രതി സന്ദർശിക്കുന്നുണ്ട്. ഇത് മനോഹരമായൊരു